ഹേ ഗൈസ്, അപ്പോൾ വളരെ തിരക്കിട്ടുള്ള ദിവസമുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ പരിപാടി നമുക്ക് തീർത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നായികയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നായികയെ കണ്ടെത്തുന്നതിന് പാപമില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്ന ഏതൊരു സ്ത്രീയും അതിന് യോഗ്യയാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കരുത് എന്നുമുണ്ട്. അപ്പോൾ അതെങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കരുത് എന്നുള്ളത്, ഭ്രാന്തുള്ളവർ അഥവാ ഉന്മാദിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നലോകത്തിൽ മതിമറന്നവളെ തിരഞ്ഞെടുക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ ലൈംഗിക ബന്ധത്തിനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുന്ന സ്ത്രീ, അവളെയും തിരഞ്ഞെടുക്കരുത്. അമിതമായി വെളുത്ത നിറമുള്ള സ്ത്രീ, അമിതമായി കറുത്ത നിറമുള്ള സ്ത്രീ, ദുർഗന്ധമുള്ള സ്ത്രീ, ഒരു സുഹൃത്തായ സ്ത്രീ, പിന്നെ സന്യാസം സ്വീകരിച്ച സ്ത്രീ, ബന്ധുവിൻ്റെ ഭാര്യ, സുഹൃത്തിൻ്റെ ഭാര്യ, പണ്ഡിതൻ്റെ ഭാര്യ, ഭരണാധികാരിയുടെ ഭാര്യ. ഇത് നേരെ ഓപ്പോസിറ്റും വരാൻ കേട്ടോ. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളെ അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ വരുന്നതാണ് നമുക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കും വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ആരാണ് സുഹൃത്ത് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു, സുഹൃത്തുക്കളുടെ ഭാര്യയെ തിരഞ്ഞെടുക്കരുത്, അല്ലെങ്കിൽ സുഹൃത്തിനെ തിരഞ്ഞെടുക്കരുത്. അപ്പോൾ ആരാണ് സുഹൃത്ത്? നിങ്ങളോടൊപ്പം മണ്ണിൽ കളിച്ച് വളർന്നവർ, അതായത് കുട്ടിക്കാലങ്ങളിലുള്ള ഒരു ബാല്യകാല സുഹൃത്ത്, ഒരേ കടപ്പാടിൽ ബന്ധിക്കപ്പെട്ടവർ, പിന്നെ ഒരേ സ്വഭാവമുള്ളവരും ഒരേ കാര്യം ഇഷ്ടപ്പെടുന്നവരും, ഒരുമിച്ച് പഠിച്ചവൻ, രഹസ്യങ്ങളും തെറ്റുകളും പരസ്പരം അറിയുന്നവർ, പരമ്പരാഗത സുഹൃത്ത്, ഒപ്പം കണ്ട് വളർന്നവർ. പിന്നെ ആയയുടെ മക്കൾ, അതിൽ സർവൻസൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ മക്കൾ. പിന്നെ അവരുടെ ഗുണങ്ങൾ, അതായത് വെറുതെ ഇന്ന പോലെ വളർന്നിട്ടൊന്നും കാര്യമില്ല, അവർക്ക് ചെറിയ ക്വാളിറ്റീസൊക്കെ വേണം. അതാണ്. അപ്പോൾ അവർക്ക് ഉള്ള മെയിൻ ക്വാളിറ്റീസാണ് ഞാൻ പറയുന്നത്. അവർ സത്യം പറയുന്നവരായിരിക്കണം, കാലത്തിനനുസരിച്ച് മാറാൻ പാടില്ലാത്തവരായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായിരിക്കണം അവരുടെ പ്രവൃത്തികളും പെരുമാറ്റവും വർത്തമാനവും. അപ്പോൾ അവർ ദൃഢമായിട്ടുള്ള മനസ്സുള്ളവരായിരിക്കണം, അത്യാഗ്രഹമില്ലാത്തവരുമായിരിക്കണം, മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയാത്തവരായിരിക്കണം, അവർ നിങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്താത്തവരുമായിരിക്കണം. ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങളെ നിരീക്ഷിക്കുക. അടുത്തതായിട്ടുള്ള നമ്മുടെ ടോപ്പിക്കാണ്, നമ്മളൊരു ദിവസത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ആ ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നതും വരെ നമ്മളെ നിരീക്ഷിക്കണം, അത് നോട്ട് ചെയ്യണം, ഓരോ മണിക്കൂറിലും അത് നോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മളെ അറിയുന്നത്. അത് നമുക്ക് എങ്കിലേ നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ടൈമുണ്ട്, അതുപോലെ തന്നെ എനർജി ഒട്ടും ഇല്ലാത്ത ടൈമുണ്ട്. നമ്മുടെ ഓരോ വികാരങ്ങൾക്കും ഓരോ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മളൊരു ദിവസത്തെ മനസ്സിലാക്കി ഒരു ചാർട്ട് ഉണ്ടാക്കണം. ആ ചാർട്ടെന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് ചാർട്ട് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓരോ മണിക്കൂറിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള ഒരു ഇമോഷൻസാണ് എന്നിലൂടെ കടന്നു പോകുന്നത്